വളരെയധികം മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചിരുന്ന സമൂഹമായിരുന്നു പെന്തക്കോസ്ത് സമൂഹം. ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി പലതും അവർ ഉപേക്ഷിച്ചു. എന്നാൽ എന്താണ് ഇന്നത്തെ അവസ്ഥ? എനിക്കിപ്പോൾ തന്നെ ഒരാൾക്ക് മറുപടി കൊടുക്കാനുണ്ട്. ശരിയാവുന്നില്ല. സാധിക്കുന്നില്ല. എന്റെ ദൈവമേ, കഴിഞ്ഞു. അത് കഴിഞ്ഞു. സാധാ പറയുന്നത് കോമഡി രീതിയിൽ വാക്കുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മൊബൈൽ കളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേണ്ട. ഹലോ നിതീഷ്, ഞാൻ ഈ പറ്റില്ല, ഇത് പറ്റില്ല. പറഞ്ഞാൽ ഹലോ നിതീഷ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ. ഹലോ നിതീഷ്, ഈ ഉത്സാഹം ഒന്ന് നമ്മൾ ആരാധനയ്ക്ക് സഭയോ ഹലോ നിതീഷ്, ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ വിറങ്ങിലിരിക്കുകയാണ്. ഹലോ നിതീഷ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹലോ നിതീഷ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു കൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന അനേകർ അപ്രത്യക്ഷമായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ പാതയോരങ്ങളിലും യാത്രക്കാരുടെ മേലും ഇടിച്ച് അനേകർ കൊല്ലപ്പെട്ടിരിക്കുന്നു. വാഹന ഗതാഗതം സ്തംഭിച്ചതിനെ തുടർന്ന് ആംബുലൻസുകൾക്ക് എത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ ഗതാഗത കുരുക്ക് ഇതൊരു ആശ്ചര്യം തന്നെ അല്ലേ? എപ്പോൾ പരിഹരിക്കുമെന്ന് അറിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരാൾ പറയും. മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം പ്രവണതയുണ്ട്. എന്റെ ദൈവമേ, ഈ കാണാതായതിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതൊരു ആശ്ചര്യം തന്നെയല്ലേ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എൻ്റെ പേര് മനു. ഓക്കെ, കുന്നംകുളത്തുനിന്ന് വിളിക്കുന്നു. ദൈവത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ നമുക്ക് മടിയാണ്. എന്നാൽ മറ്റൊരു മുമ്പിട്ട് പറഞ്ഞ കാര്യം മറ്റൊരാളോട് പറയാൻ നമുക്ക് വളരെ ഉത്സാഹമാണ്. എന്റെ ദൈവമേ, പലപ്പോഴും നമുക്ക് മടങ്ങി വരാം. മതി, ഇനി മിണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ ഇതൊരു ആശ്ചര്യം തന്നെ. ഇതൊരു ആശ്ചര്യം തന്നെ അല്ലേ? പണ്ടൊരു കാലം പെന്തക്കോസ്ത് സമൂഹത്തിന്റെ അന്നത്തെയും ഇന്നത്തെയും ഉള്ളവരെ ഇതായിരുന്നു പെന്തക്കോസ്തിന്റെ. എന്നാൽ അവരുടെ അത് ബുദ്ധിമുട്ട് വേണോ? ഒരിടത്ത് രാജു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. മതി, ഇനി മിണ്ടല്ലേ.
എന്തുവാ? ആ ഇപ്പം എനിക്ക് ക്ലിയർ ആയി. എങ്കിലും നിങ്ങളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. നിൽക്ക്. നമ്മളൊരു ഇനി ഫാമിലിയുടെ കാര്യം പറഞ്ഞാലോ? ശിവ ചേച്ചിയുടെ കൂട്ടുകാരെ കണ്ടപ്പോൾ ഭയങ്കര ധൃതി അങ്ങോട്ട് പോകാൻ. ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിർദ്ദേശം തരുവാൻ നമ്മുടെ ഡോക്ടർ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. നമസ്കാരം. ഇന്ന് നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ മാറിക്ക്. അതൊരാത്ത ആശ്ചര്യം തന്നെ. ക്യാമറമാൻ്റെ ഉത്സാഹം പോയിരിക്കുന്നു. അക്ഷമയുണ്ടല്ലേ. മതി, ഇനി വിട്ടല്ലേ. നന്ദി, നമസ്കാരം. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.